ഒരു കാലത്ത് നാടുവാഴിയുടെ കൊട്ടാരത്തിലേക്ക് 70% ധാന്യങ്ങൾ എത്തിയിരുന്നത് ഈ പാടശേഖരത്തിൽ നിന്നുമായിരുന്നു. 100 ഏക്കറോളം പടർന്ന് പന്തലിച്ച പാടങ്ങൾ ഈ ദേശത്തിന്റെ നെടുന്തൂണായിരുന്നു. ആ പാടത്തെ കാരണവരായിരുന്നു തെക്കു മരതകമനയിലെ ശിവശങ്കര മന്നൻ. ദുഷ്ടതയുടെ യമരൂപം കെട്ടി ആടിയ മന്നൻ മന്ത്രതന്ത്രങ്ങളിൽ അഗ്രഗണ്യനായിരുന്നു. മന്നൻ ആ കാലത്ത് തന്റെ മൂർത്തികളെ സംതൃപ്തിപ്പെടുത്തിയിരുന്നത് ചോര കൊണ്ടും മറ്റാളുകളുടെ കണ്ണീരും കൊണ്ടുമായിരുന്നു. മിക്ക ദിവസവും തെക്കു ഭാഗത്തു നിന്ന് കേട്ടത് ചാവക്കോഴിയുടെ കൂവലായിരുന്നു. തന്റെ ഐശ്വര്യത്തിനും സമ്പത്തിനുമെല്ലാം കാരണം താൻ വിശ്വസിച്ചു പോന്ന ഈ മന്ത്രതന്ത്രങ്ങളാണെന്ന് മന്നൻ വിശ്വസിച്ചു. മന്നന്റെ കയ്യിലൊരു മാണിക്യമുണ്ടായിരുന്നു. മന്നന്റെ മകൾ സുദേവി ഒരർത്ഥത്തിൽ ദേവി തന്നെയായിരുന്നു. അങ്ങനെ ഒരു നാൾ സുദേവിയെ കാണാതായി. ആ സമയത്ത് പാണന്മാർ പാടി നടന്നത് വടക്ക് ദേശത്തേക്ക് സുദേവി ഒരു കീഴ്ജാതിക്കാരന്റെ കൂടെ ഓടിപ്പോയി എന്നാണ്. ആ പ്രശ്നത്തോടെ ശിവശങ്കറിന് തന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. മനയിൽ കുടിയിരുന്ന മൂർത്തികൾ മന വിട്ടുപോയി ദുരിതങ്ങൾ ഓരോന്നായി മനയെ തേടിയെത്തി. 15-ാം നാൾ പാടത്ത് വിത്ത് വിതച്ച പാവങ്ങൾ കണ്ടത് വിണ്ടുകീറിയ വയലുകളായിരുന്നു. മന്നന്റെ വയലിലെ പ്രശ്നങ്ങൾ പോയെത്തുന്നത് ദേശത്തിന്റെ തന്നെ പട്ടിണിയിലേക്കാണ്. അന്ന് നാട് വാണിരുന്ന നാടുവാഴി ശിവശങ്കരന് താളിയോലയിൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തുവിട്ടു. ഒരു നാൾ വയലിൽ വന്ന ശിവശങ്കരൻ ചിലതുറപ്പിച്ചിരുന്നു. ഒന്നുറക്കെ കരയാൻ പോലും ആകാതെ ഒരു നിമിഷത്തേക്ക് എല്ലാം തീർന്നു. ഇന്നേക്ക് 7-ാം നാൾ ഈ വയലിൽ പുൽനാമ്പ് കിളർത്തില്ലെങ്കിൽ ഒന്നിനെയും ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് മന്നൻ അന്ന് മനയിലേക്ക് പോകുന്നത്.